വ്യൂവേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു ജാക്കറ്റ് മോഡൽ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രിൻറ്റഡ് ക്ലോത്ത് 2.25 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അത് റയോണിൻ്റെ മെറ്റീരിയലാണ്. അതിൽ തന്നെ വരുന്ന ഒരു പ്രിൻറ്റിൻ്റെ കളർ, അതായത് നേവി ബ്ലൂ ഈ ഒരു കളറിലുള്ള ഒരു പ്ലെയിൻ മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. അത് സമ്മർ കൂളിൻ്റെ നമ്മൾ ലൈനിങ് ഒക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. അത് 1.5 മീറ്ററാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു നേവി ബ്ലൂവിൻ്റെ സമ്മർ കൂളിൻ്റെ പീസ് ഫ്രണ്ട് പീസിലേക്ക് മാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്ക് ഭാഗത്തേക്ക് ഈ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയലിൻ്റെ കോട്ടൺ ലൈനിങ് വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം. ഇത് കുറച്ച് അത്യാവശ്യം തിക്നെസ് ഉള്ള തുണി തന്നെയാണ്. ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു ബാക്ക് പീസിലേക്ക് വെക്കാനായിട്ട് കോട്ടൻ്റെ ഈ ഒരു മെറ്റീരിയൽ 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുർത്തി എ ലൈനായിട്ടാണ് ചെയ്തെടുക്കുന്നത്, സൈഡ് ഓപ്പൺ ഇല്ലാത്ത. അപ്പോൾ ആദ്യം തന്നെ ഇത് 4ആയിട്ട് നമുക്ക് മടക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള വീതിക്ക് നോക്കിയിട്ട് 4ആയിട്ട് ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. 44 ഇഞ്ച് ലെങ്ത്തിലുള്ള കുർത്തിയാണ് ഞാനിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. സീം അലവൻസ് 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് 45 ഇഞ്ചിലാണ് ഈ ഒരു തുണി ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ ഞാൻ 7.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇതേപോലെ ഒരു ബോക്സായിട്ട് വരച്ചെടുക്കാം. ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന ഭാഗത്ത് മേലെ ഒരു 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു. ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് ഇതേപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ആം ഹോൾ കർവ് ഇതേപോലെ സിമ്പിളായിട്ട് വരച്ചെടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും വരക്കാം കേട്ടോ. അപ്പോൾ ഇനി ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. ചെസ്റ്റ് റൗണ്ട് ഞാനിവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. 40 ഇഞ്ചാണ് വേണ്ടത്. 4 ഭാഗം 10 ഇഞ്ച്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സിം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്ത്, അതായത് ഷോൾഡറിൽ നിന്നും താഴേക്കൊരു 14 ഇഞ്ച് വരുന്ന ഭാഗത്ത് വേസ്റ്റ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കും. ഹിപ്പ് റൗണ്ട് 21 ഇഞ്ച് വരുന്ന ഭാഗത്തും മാർക്ക് ചെയ്തെടുക്കും. അപ്പോൾ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് ഇവിടെ എനിക്ക് 36 ഇഞ്ചാണ്. 36ൻ്റെ 4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ഇവിടെ ഹിപ്പ് റൗണ്ട് വരുന്നത് 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 42 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ജോയിൻ ചെയ്തെടുത്തിട്ട് എ ലൈനായിട്ടാണ് വരച്ചെടുക്കുന്നത്. ഇവിടെ സൈഡ് ഓപ്പൺ കൊടുക്കുന്നില്ല, ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചധികം വീതിയിൽ തന്നെ ഇതേപോലെ ചെരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തതും കൂടെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 6.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊരു ബോക്സായിട്ട് വരച്ചെടുക്കാം. അതിനകത്ത് യു ഷേപ്പിലാണ് ഈ ഒരു നെക്ക് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വിഡ്ത്ത് 3 ഇഞ്ച് തന്നെയാണ്. അതിനകത്തും ഒരു യു ഷേപ്പിലുള്ള നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് മാത്രമേ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഫ്രണ്ട് നെക്ക് പിന്നീട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അടിവശത്ത് ഓപ്പൺ സൈഡിൽ 2 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം കേർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആക്കി എടുത്ത ശേഷം ഫ്രണ്ട് ഭാഗത്തെ ആം ഹോൾ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് മുറിച്ചെടുക്കണം. പിന്നീട് ഫ്രണ്ട് നെക്കും കൂടി കുഴിച്ച് മുറിക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ജാക്കറ്റ് ടൈപ്പിലാണ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള നേവി ബ്ലൂ കളറിലുള്ള സമ്മർ കൂളിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിലേക്ക് ലൈനിങ്ങും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സെയിം അളവിൽ 2 പീസും കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് മാറ്റി വയ്ക്കാം. ഇനി ഫ്രണ്ട് ഭാഗത്ത് ഓപ്പൺ കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മെയിൻ ഫാബ്രിക്കിൽ സെൻട്രൽ വഴി കട്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുന്നുണ്ട്.
ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച ശേഷം അടിയിൽ ഈ ഒരു നേവി ബ്ലൂവിൻ്റെ പ്ലെയിൻ മെറ്റീരിയലും മേലെ ഭാഗത്ത് നമ്മുടെ പ്രിൻറ്റഡ് മെറ്റീരിയലും ആണ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പീസ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നെക്ക് സൈഡിൽ നിന്ന് താഴേക്ക് ഒരു 4 അല്ലെങ്കിൽ 4.5 ഇഞ്ച് ലെങ്ത്തിൽ ജോയിൻ ചെയ്തിട്ട് അതേപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിന് ശേഷമാണ് മെയിൻ ഫാബ്രിക്കും ഒരു പ്ലെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വന്ന പീസ് ഇതേപോലെയാണ് ഉണ്ടാവുക. അതിൻ്റെ പ്രിൻറ്റ് ഏത് ഭാഗത്തേക്കാണ് നോക്കിയിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുത്ത ശേഷം നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സ്ലീവ് എനിക്ക് 17 ഇഞ്ച് സിം അലവൻസും കൂടി ചേർത്ത് 18 ഇഞ്ച് ലെങ്ത്തിൽ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കിയിട്ടിരിക്കുന്നത്. ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട ശേഷം സ്ലീവ്സിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. സ്ലീവ് ലെങ്ത്ത് ഞാനിവിടെ 17 ഇഞ്ചിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. 1 ഇഞ്ച് സിം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 18 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് വശത്ത് 4 പീസായിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കും. ഈ ഒരു ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് ക്യാപ്പ് ഹൈറ്റ് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സ്ലീവ്സിൻ്റെ ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ബൈസെപ്സിൻ്റെ അവിടെ എനിക്ക് 7 ഇഞ്ച് വീതി വേണം. അപ്പോൾ അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തേക്ക് 5.5 ഇഞ്ചാണ് സ്ലീവ്സ് റൗണ്ട് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 4 പീസ് ഞാൻ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യം തന്നെ സ്ലീവ്സിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഫ്രണ്ട് പീസിൽ നെക്ക് നമ്മുടെ അളവിനനുസരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അവിടെ നിന്നും താഴോട്ടേക്കായിട്ട് ഒരു 7 അല്ലെങ്കിൽ 8 പോട്ട്ലി ബട്ടൺസ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ്. അവിടെ നിന്നും 1 ഇഞ്ച് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് സ്പേസ് ആവശ്യമുണ്ടല്ലോ. അതിനുവേണ്ടി 1 ഇഞ്ച് ഒരു മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നിന്നും താഴോട്ടേക്ക് ഇതേപോലെ ഞാൻ പോട്ട്ലി ബട്ടൺസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1.5 ഇഞ്ച് വീതിയിലുള്ള ഈ ഒരു നേവി ബ്ലൂവിൻ്റെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 സൈഡിലും ഈ ഒരു അരികെ വശത്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഈ ഒരു പോട്ട്ലി ബട്ടൺസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശത്ത് ഇതേപോലെ ഈ ഒരു പീസ് വെച്ചിട്ട് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡിൽ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും. താഴെ വരെ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു അരികെ വശത്ത് കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ 2 പീസിലും ഇതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 2 പീസിലും ആ ഒരു ബ്ലൂ കളറിലുള്ള പീസ് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലെയിൻ പീസിൻ്റെ മേലെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് 2 ഭാഗത്തും ഷോൾഡറും ആം ഹോളിൻ്റെ സൈഡും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് പോട്ട്ലി ബട്ടൺസ് സ്റ്റിച്ച് ചെയ്ത് അവിടം വരെ ഈ ഒരു പീസ് വെച്ചിട്ട് സെൻട്രൽ ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഈ 2 പീസും അതിലേക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ നെക്ക് അളവിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഞാൻ പൈപ്പിംഗ് ആണ് കൊടുക്കാൻ പോകുന്നത്. ആ ഒരു നെക്ക് സൈഡിൽ 2 തുണിയും ചേർത്തിട്ട് അരികെ വശത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറും ആം ഹോളിൻ്റെ ഭാഗത്തും പിന്നെ ഈ ഒരു സൈഡ് വശവും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് ഈ 1.5 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെച്ച് പൈപ്പിംഗ് കൊടുക്കാനാണ് പോകുന്നത്. അതിൻ്റെ ഒരു സൈഡ് ഞാൻ 4 ഇഞ്ച് അളവിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ അറ്റം ഈ ഒരു നെക്ക് ഭാഗത്ത് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡറിൽ നിന്ന് ആം ഹോള് സൈഡ് എല്ലാം ഈ ഒരു മെയിൻ തുണിയും ഉള്ളിലുള്ള തുണിയും കൂടി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ബാക്ക് പീസ് എടുത്തിട്ട് ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്ക് പീസിൽ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് ഈ ഒരു നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ക്രോസ് പീസിൻ്റെ സൈഡ് വശത്തായിട്ട് ഈ ഒരു ഫ്രണ്ട് നെക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ കവർ ചെയ്ത ശേഷം ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഈ ഒരു ഉള്ളിലത്തെ പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക.
ഇനി ഇതിൻ്റെ സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവ്സിൻ്റെ അടിവശത്തും ഞാൻ ഇതേപോലെ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡ് വശത്ത് എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി കുറവായതുകൊണ്ടാണ്. ഈ ഒരു സ്ലീവ്സിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് എക്സ്ട്രാ ഒരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ സെൻട്രൽ ഭാഗം കറക്റ്റായിട്ടൊരു ലൈന് വരച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പീസ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 ഇഞ്ച് വീതിയിലുള്ള ഒരു സ്ട്രെയിറ്റ് പീസാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മിഡിൽ ഭാഗം നോക്കിയിട്ട് ഉൾവശത്താണ് ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ വശം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പീസിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്ലീവ്സിൽ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ലൈനിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു സൈഡ് വശത്തായിട്ട് ഒരു 1/4 ഇഞ്ച് അളവിൽ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഈ അരികെ വശത്ത് കൂടി 2 സൈഡിലും ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ 2 സൈഡും ഈ ഒരു സ്ലീവ്സിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു സെൻട്രൽ ഭാഗത്ത് കൂടിയും ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്ലീവിലേക്ക് 2 വള്ളി ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്ത് ഈ ഒരു തുണിയുടെ തന്നെ ടെസൽ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലീവ്സിലെ പീസ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്ത് കൂടിയും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ആ ഒരു വള്ളി അതുവഴി കടത്തി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. ഈ ഒരു വള്ളി ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരറ്റത്ത് നമ്മൾ ടെസൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ അറ്റത്ത് ഒരു സേഫ്റ്റി പിന്ന് കുത്തിയെടുത്ത ശേഷം ഇതേപോലെയാണ് വള്ളി നമ്മൾ ഈ ഒരു ഹോളിൽ കൂടി കയറ്റി വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ മറ്റേതും ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ലീവ്സിൻ്റെ അടിവശത്ത് നിന്ന് ഇതേപോലെ 2 വള്ളിയും ഒരുമിച്ച് വലിച്ചെടുത്ത് അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ലീവ്സ് ഇതേപോലെ നല്ല ചുരുക്കിൽ കിടന്നോളും. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഈ സ്ലീവ്സ് ഇതേപോലെ നോർമലായിട്ടും ഇടാവുന്നതാണ്. അതല്ലെങ്കിൽ ആ 2 വള്ളി ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെറിയ ചുരുക്കം കിട്ടുന്നതാണ്. അപ്പോൾ 2 രീതിയിൽ നമുക്കിത് ഇടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ലീവ്സ് ഇനി ബോഡി പാർട്ടുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കുർത്തിയുടെ സൈഡ് വശം സ്ലിറ്റ് അല്ല, എലൈനായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിവശത്ത് ഇതേപോലെ 2ആയിട്ട് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു പ്ലെയിൻ പീസും പ്രിൻറ്റഡ് പീസും സെയിം ലെങ്ത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ലൈനിങ് 2 ഇഞ്ച് കുറച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്ക് ഭാഗത്ത് ഇതേപോലെ ഞാൻ 2 ടക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള എപ്പോഴും നമ്മൾ കാണുന്ന രീതിയിലുള്ള മോഡലല്ലാണ്ട് വേറൊരു രീതിയിൽ നമുക്കിതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.